ഓപ്പറേഷൻ സിന്ദൂർ പൂർത്തിയായപ്പോൾ ചോദ്യങ്ങളും ഉയർന്നു തുടങ്ങി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ അമേരിക്കയ്ക്ക് എന്താണ് കാര്യം എന്നതാണ്. ഓപ്പറേഷൻ സിന്ദൂറിലെ നടപടികളോ ദുരൂഹതകളോ അല്ല പ്രശ്നം, അമേരിക്കയുടെ ഇടപെടലാണ്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ളത് ഉഭയകക്ഷി പ്രശ്നമാണെന്നും അത് പരിഹരിക്കാൻ മൂന്നാമതൊരു കക്ഷി ആവശ്യമില്ല എന്നുമായിരുന്നു നമ്മുടെ ഔദ്യോഗിക നിലപാട്. ഐക്യരാഷ്ട്ര സംഘടന ഇടപെടാൻ ശ്രമിച്ചപ്പോൾ പോലും ഇന്ത്യ ഇതുവരെ സ്വീകരിച്ചിരുന്നത് ഈ നിലപാടാണ്. ഡൊണാൾഡ് ട്രംപ് ഇടപെട്ടോ എന്ന ചോദ്യത്തിന് ഇന്ത്യ ഇതുവരെ ഉത്തരം പറഞ്ഞില്ല. എന്നാൽ ഇടപെട്ടുവെന്നും സമാധാനം ഉണ്ടാക്കിയെന്നും ഒന്നല്ല 2 തവണയാണ് ഡൊണാൾഡ് ട്രംപ് അവകാശപ്പെട്ടത്. ഇന്ത്യ വെടിനിർത്തൽ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രംപ് ഇത് പ്രസ്താവിക്കുകയും ചെയ്തു. വിഷയം ചർച്ച ചെയ്യാൻ പാർലമെന്റ് പ്രത്യേക സമ്മേളനം വിളിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. സ്പോട്ട് ലൈറ്റിലേക്ക് സ്വാഗതം. സൈനിക നടപടിയും ചോദ്യങ്ങളും. സൈനിക നടപടി തുടരുന്ന സമയത്ത് അസ്വസ്ഥതയുണ്ടാക്കുന്നവ ചോദിക്കരുത് എന്ന് മാത്രമേ ഉള്ളൂ. സൈനിക നടപടി അവസാനിച്ചു കഴിഞ്ഞാൽ ചോദ്യങ്ങൾ ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷവും അതുണ്ടാകേണ്ടത് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കാൻ അനിവാര്യമാണ്. ചോദ്യം 1, ഇന്ത്യയെയും പാകിസ്ഥാനെയും ചർച്ചയ്ക്ക് പ്രേരിപ്പിച്ചത് അമേരിക്കയാണോ? 2, അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണോ വെടിനിർത്തലിന് സമ്മതിച്ചത്? 3, ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മൂന്നാമതൊരു കക്ഷി വേണ്ട എന്ന നിലപാട് മാറ്റിയോ? ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ മറന്നുപോകരുതാത്ത ഒരു വസ്തുതയുണ്ട്. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ മൂന്നാമതൊരു കക്ഷി ഉണ്ടായിട്ടുണ്ട്. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിച്ചത് സോവിയറ്റ് യൂണിയന്റെ മധ്യസ്ഥതയിലാണ്. താഷ്കെന്റ് കരാറിന് അരങ്ങൊരുക്കിയത് സോവിയറ്റ് യൂണിയന്റെ പ്രധാനമന്ത്രിയായിരുന്ന അലക്സി കൊസീഗൻ ആണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയും പാകിസ്ഥാൻ പ്രസിഡന്റ് മുഹമ്മദ് അയൂബ് ഖാനും ആ കരാർ ഒപ്പുവയ്ക്കുമ്പോൾ കൊസീഗനും ഒപ്പമുണ്ടായിരുന്നു. ഷിംല കരാറിൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയും പാകിസ്ഥാൻ പ്രസിഡന്റ് സുൽഫിക്കർ അലി ഭൂട്ടോയും ഒപ്പുവയ്ക്കുമ്പോൾ പ്രത്യക്ഷത്തിൽ മധ്യസ്ഥത ഉണ്ടായിരുന്നില്ല. അതിനാൽ തന്നെ ഇന്ത്യയുടെ ഹിമാചൽ പ്രദേശിലെ ഷിംല രാജ്ഭവനിലാണ് കരാർ ഒപ്പിട്ടത്. ഇന്ത്യയും പാകിസ്ഥാനും ഒരു മേശയ്ക്ക് അപ്പുറം ഇപ്പുറം വന്നല്ല ഓപ്പറേഷൻ സിന്ദൂർ അവസാനിപ്പിച്ചത്. വെടിനിർത്തലിന് തയ്യാറാണെന്ന് പാകിസ്ഥാൻ വിളിച്ചറിയിച്ചു. അത് അംഗീകരിക്കുന്നതായി ഇന്ത്യ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. ഇത്രയും കാര്യം മാത്രമാണ് സർക്കാർ പറഞ്ഞത്. എന്നാൽ വെടിനിർത്തുന്നതായി ഇന്ത്യ പ്രഖ്യാപിക്കും മുമ്പ് അത് പറഞ്ഞത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആണ്. അങ്ങനെ ഒരു മധ്യസ്ഥത തന്നെ ഇന്ത്യയുടെ വിദേശ നയത്തിന് ചേർന്നതല്ല. 2 രാജ്യങ്ങളെയും വിരട്ടി ആയുധം താഴെ വയ്ക്കാൻ പറഞ്ഞു എന്ന മട്ടിലാണ് ട്രംപ് വിഷയം പിന്നീട് അവതരിപ്പിക്കുന്നത്. ലോക പോലീസ് കളിക്കാൻ അമേരിക്കയ്ക്ക് ഒരവസരം ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ആരോപണം. അവിടം മുതലാണ് പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. പഹൽഗാം ആക്രമണത്തിലെ ഭീകരരെ കുറിച്ച് വിവരം കിട്ടിയതിന് ശേഷമാണോ ഇന്ത്യ പോരാട്ടം അവസാനിപ്പിച്ചത് എന്നാണ് ആദ്യം ഉയരുന്ന ചോദ്യം. ആ ഭീകരർക്ക് ഇന്ത്യ നശിപ്പിച്ച ഭീകര കേന്ദ്രങ്ങളുമായി എന്താണ് ബന്ധം? ആരൊക്കെയാണ് അതിർത്തി കടന്നു വന്നത്? അവർ ആക്രമണത്തിന് ശേഷം എവിടെ പോയി? പാകിസ്ഥാൻ സൈന്യമാണോ അവർക്ക് രക്ഷ ഒരുക്കിയത്? പാക് സൈന്യമാണെങ്കിൽ ഇന്ത്യ പ്രതികളെ കണ്ടെത്തേണ്ടതല്ലേ? അവരെ കിട്ടിയില്ലെങ്കിൽ പട്ടാള നടപടി അവസാനിപ്പിച്ചത് എന്തിനാണ്? ഓരോ സാധാരണ പൗരനും ഉള്ളിൽ ഉയർത്തുന്ന ചോദ്യങ്ങളാണ് ഇത്. പ്രതിപക്ഷ കക്ഷി എന്ന നിലയിൽ കോൺഗ്രസ് മാത്രമല്ല ഈ ചോദ്യങ്ങൾ ഉയർത്തുന്നത്. രാജ്യാന്തര തലത്തിലും മാധ്യമങ്ങൾ ഉയർത്തുന്ന ഒരു പിടി പ്രശ്നങ്ങളുണ്ട്. അത് ആദ്യഘട്ടത്തിൽ തന്നെ പലരും ഉയർത്തിയിരുന്നതുമാണ്. ബൈസരൺ താഴ്വരയിൽ സുരക്ഷ ഒരുക്കാതിരുന്നത് വലിയ വീഴ്ചയല്ലേ? ജമ്മു കശ്മീർ എക്കാലത്തും ഭീകരരുടെ ലക്ഷ്യസ്ഥാനം ആയിരിക്കുമ്പോൾ ഇത്തരം ഒരു ആക്രമണം പ്രതീക്ഷിക്കേണ്ടതല്ലേ? പ്രതികളെ പിടിക്കാതെ സൈനിക നടപടി അവസാനിപ്പിച്ചാൽ ഇനിയും ഇത് ആവർത്തിക്കാൻ സാധ്യതയില്ലേ? യുദ്ധം തുടരുക എന്നതല്ല ഈ ചോദ്യങ്ങൾ കൊണ്ട് ലക്ഷ്യമിടുന്നത്. ഇത്തരം ആക്രമണങ്ങൾ ഇനിയും ഉണ്ടാകാതിരിക്കുക എന്നതാണ്. അതോടൊപ്പം രാജ്യം എന്ന നിലയിൽ ഇന്ത്യ ഒരുക്കുന്ന സുരക്ഷ എത്രമാത്രം ശക്തമാണ് എന്നാണ്. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പല രാജ്യങ്ങളും കശ്മീരിലേക്കുള്ള വിനോദസഞ്ചാരം തന്നെ വിലക്കിയിരുന്നു.
അവയൊന്നും ഇപ്പോഴും തീരുമാനം മാറ്റിയിട്ടില്ല. IPL തുടങ്ങാൻ തീരുമാനിച്ചെങ്കിലും വിദേശ താരങ്ങൾ പലരും പങ്കെടുക്കുന്നതിൽ അനിശ്ചിതത്വമുണ്ട്. മത്സര ഷെഡ്യൂൾ മാറിയത് മാത്രമല്ല പല രാജ്യങ്ങളിൽ നിന്നുള്ളവരെയും പ്രതിസന്ധിയിലാക്കുന്നത്, സുരക്ഷാ ഭീഷണി കൂടിയാണ്. ഇവിടെ ഇന്ത്യ എന്തോ വലിയ തെറ്റു ചെയ്തു എന്ന വികാരം ആർക്കുമില്ല. ഇന്ത്യ സ്വീകരിച്ച നടപടികൾക്ക് ഒപ്പം നിന്നവരാണ് എല്ലാവരും. സർക്കാരും സൈന്യവും സ്വീകരിക്കുന്ന ഏത് നടപടിക്കും കോൺഗ്രസും മുഴുവൻ പ്രതിപക്ഷ കക്ഷികളും പിന്തുണ നൽകിയതാണ്. ആ പിന്തുണ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആരെങ്കിലും വന്നാൽ തുടരുകയും ചെയ്യും. പക്ഷേ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാർ ജനങ്ങളെ അറിയിക്കേണ്ട അടിസ്ഥാന വിവരങ്ങളുണ്ട്. അതിന് ദേശസുരക്ഷയുമായി ബന്ധമില്ല. അതിൽ പ്രധാനം എങ്ങനെയാണ് അമേരിക്ക മധ്യസ്ഥരായത് എന്നതാണ്. ആരാണ് അമേരിക്കയെ മധ്യസ്ഥതയ്ക്ക് ക്ഷണിച്ചത്? അമേരിക്ക ആരുമായാണ് മധ്യസ്ഥ ചർച്ച നടത്തിയത്? ഇന്ത്യയും പാകിസ്ഥാനുമായും ഒരേ സമയമുള്ള ചർച്ചകൾ നടന്നോ? അതോ വെടിനിർത്തണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടത് ഇരു രാജ്യങ്ങളും നിരുപാധികം അംഗീകരിക്കുകയായിരുന്നോ? അമേരിക്ക പറയുന്നത് അംഗീകരിക്കേണ്ട നില ഇന്ത്യക്കുണ്ടോ? രാജ്യ ചരിത്രത്തിൽ നെഹ്റു പോലും ഇത്തരം ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട്. ചൈനയുമായി യുദ്ധം ചെയ്യാനുള്ള തീരുമാനം തെറ്റായിരുന്നില്ലേ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ നെഹ്റു വിഷമിച്ചിട്ടുണ്ട്. ചൈനയുമായുള്ള യുദ്ധത്തിൽ ഇന്ത്യക്ക് കനത്ത നഷ്ടം വന്നില്ലേ എന്ന് പ്രതിപക്ഷവും മാധ്യമങ്ങളും നെഹ്റുവിനോട് ചോദിച്ചിട്ടുണ്ട്. തെറ്റായ തീരുമാനത്തിലൂടെ യുദ്ധം നടത്തിയതിലെ മനോവ്യഥയാണ് ആ മരണത്തിന് ഇടയാക്കിയതെന്ന് കരുതുന്നവരാണ് ഏറെയും. കാർഗിൽ യുദ്ധത്തിലെ അഴിമതിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകാനാകാതെ AB വാജ്പേയി വിഷമിച്ചിട്ടുണ്ട്. വാജ്പേയി സർക്കാരിലെ പ്രതിരോധ മന്ത്രി ജോർജ് ഫെർണാണ്ടസിന് രാജിവെക്കേണ്ടിയും വന്നിട്ടുണ്ട്. ഇത്തരം ചോദ്യങ്ങൾ ഇനിയും ഉയരുക തന്നെ വേണം. അതാണ് ജനാധിപത്യത്തിൻ്റെ ശക്തി. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം. നമസ്കാരം.